ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ടേസ്റ്റ്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരിക അവിടുത്തെ ഫേവറേറ്റ് ഡിഷസ് ആയിരിക്കും. ഇന്നത്തെ റെസിപ്പി ബാംഗ്ലൂർ സ്റ്റൈൽ ഡോണ ബിരിയാണിയാണ്. മല്ലിയിലയും പുതിനയിലയും ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റിലാണ് ഈ ബിരിയാണി റൈസ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ തന്നെയാണ് ഈ ബിരിയാണിയുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 1 kg ചിക്കനാണ് ബിരിയാണി കട്ടായിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു 5-6 പേർക്കുള്ള സെർവിങ്സ് ആണ്. ചിക്കനിലോട്ട് 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാൾട്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് കർഡ് ഇത്രയും ഒന്ന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ 30 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. എല്ലാ മസാലകളും ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഈ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ ആൻഡ് ഗ്രീൻ ചില്ലി മസാലയാണ്. പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ, പിന്നെ 3 ടേബിൾ സ്പൂൺ ഗീ, ലോ ഫ്ലെയിമിൽ വെച്ച് 3 മീഡിയം സൈസ് സിനമൺ, കാഡമം, 7 ക്ലൗസ്, ടേബിൾ സ്പൂൺ വോൾ പെപ്പറും ചേർത്ത് സോട്ട് ചെയ്ത് 3 മിനിമം സൈസ് ഓണിയനും കൂടി ആഡ് ചെയ്ത് അതിലോട്ട് 5-6 ചില്ലിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ സോട്ട് ചെയ്യുക. ഓണിയനും ചില്ലിയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് ഗ്രൈൻഡറിൽ ഫൈൻ പേസ്റ്റ് ആയിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നെക്സ്റ്റ് മല്ലിയിലും പുതിനയിലയാണ് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ഒരു ചെറിയ പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കുക. ചൂടാറിയിട്ട് വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് ഒനിയൻ പേസ്റ്റിലും കൊറിയാണ്ടർ ആൻഡ് മിൻറ്റ് ലീവ്സിൻ്റെ പേസ്റ്റിലുമാണ് റൈസ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനാണിപ്പോൾ നമ്മൾ ഫസ്റ്റ് കുക്ക് ചെയ്യുന്നത്. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 3 ടേബിൾ സ്പൂൺ ഗീ. എപ്പോഴും ഗീയുടെ ഫ്ലേവർ ഉള്ളതായിരിക്കും ഈ ബിരിയാണിക്ക് നല്ലത്. അതുകൊണ്ട് തന്നെ ഗീ കുറച്ച് അല്പം കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. ലോ ഫ്ലെയിമിൽ വെച്ച് കാഡമം, ക്ലൗസ്, സിനമൺ, മേസ്, ബേ ലീവ്സ്, പെരിഞ്ചീരകം എന്നീ മസാലകളൊക്കെ ചേർത്ത് സോട്ട് ചെയ്യുക. ഒരു മീഡിയം സൈസ് ഒനിയനും ചേർക്കുക. ഒനിയൻ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക ആൻഡ് അഗെയിൻ സോട്ട് ചെയ്യുക. ഗാർലിക്കും ഗാർലിക് പേസ്റ്റും സോട്ട് ആകുമ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആഡ് ചെയ്യുക. ഈ സെയിം റെസിപ്പി വെച്ച് നമുക്ക് മട്ടനും കുക്ക് ചെയ്യാവുന്നതാണ്. ചിക്കനിലെ വെള്ളം റിലീസ് ആയതിന് ശേഷം ഒനിയൻ പേസ്റ്റ് ആഡ് ചെയ്യുക. നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച കൊറിയാണ്ടർ ആൻഡ് മിൻറ്റ് ലീവ് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. 5 മിനിറ്റ് ഈ 2 പേസ്റ്റും കൂടെ ചേർത്ത് ചിക്കൻ സോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 2.5 കപ്പ് ജീര റൈസിൻ്റെ മെഷർമെൻറ്റാണ് പറയാൻ പോകുന്നത്. ഈ ചിക്കനിലോട്ട് 4 കപ്പ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യണം. ഇനി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. സാൾട്ട് ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ സാൾട്ട് ആഡ് ചെയ്യുക. ചിക്കനിലെ വാട്ടർ ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലിഡ് വെച്ച് കവർ ചെയ്ത് ചിക്കൻ 20 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഞാനൊരു 5 കപ്പ് ജീര റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഡോണ ബിരിയാണിക്ക് എപ്പോഴും ജീര റൈസ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് നന്നായി വാഷ് ചെയ്ത് 30 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെക്കാം. ലിഡ് തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം സോക്ക് ചെയ്ത റൈസ് ആഡ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാൾട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റൈസ് പതുക്കെ ആയിരിക്കണം ഇളക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ച് ലിഡ് വെച്ച് 25 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്തത് ഇളക്കി കൊടുക്കുക. ബാക്കിയുള്ള 15 മിനിറ്റ് കുക്ക് ചെയ്യുക. റൈസ് ഒന്ന് കുക്കായാൽ മാത്രം മതി. ആവശ്യമെങ്കിൽ നെയ്യ് ചേർക്കാം. ഇപ്പോൾ റൈസ് നന്നായിട്ട് പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഹൗസ് ഓഫ് ടേസ്റ്റ്.